പാടുന്നു, ഇത്രയും വലിയ മ്യൂസീഷ്യന്റെ കൂട്ടത്തിൽ പാടുന്നു എന്നൊക്കെ കേൾക്കുമ്പോ ആ ഒരു ഫസ്റ്റ് ടൈം ചേച്ചി പാടിയ ആ ഒരു അത്രയും ഐക്കോണിക് ആയിട്ടുള്ള സോങ് ശിവാംഗി പാടി കേട്ടപ്പോ എന്താ? ആക്ച്വലി ഞാൻ പോയില്ല ഇതുവരെ. ഞാൻ ഇവള് പാടി ഏപ്രിൽ 26 വിദ്യാസാഗർ അമ്മ ഫസ്റ്റ് ടൈം കേൾക്കാൻ പോണേ. ആണോ? ലണ്ടനിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതെ, അപ്പോഴായിരിക്കും ഞാൻ എനിക്ക് ടെൻഷൻ ആവും. അത് കാരണം ഞാൻ പോവില്ല. ഞാൻ കൂടെ ആൾക്കാരെ ഒക്കെ പറഞ്ഞു വിടും. എന്റെ നീസ് എല്ലാരും പോകും, ഞങ്ങൾ രണ്ടും പോകത്തില്ല. ഇല്ല ഇത് ഇപ്പൊ റീസെന്റ് പോയാലൊന്നും ഉള്ളൊരു ആരാ പാടിയിട്ടില്ല. അപ്പൊ ഞാൻ മിക്കവാറും ചിലപ്പോ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് അവിടെ അപ്പൊ എന്നോട് പാടാൻ പറയാം. അപ്പൊ ഞാനൊരു 4-5 വരി പാടും എന്നുള്ളതേ ഉള്ളൂ. ശിവാംഗി പാടി ഇനി കേൾക്കണം. പക്ഷെ നിറയെ വീഡിയോസ് ഉണ്ടാവും അതിന്റെ എല്ലാം. സോ അത് ഭയങ്കര അതൊരു ഫാമിലി സ്വത്ത് ഞങ്ങളുടെ പറഞ്ഞിട്ടാണ് പാടുന്നത്. 20 വർഷമായി. അതെ, ഏപ്രിൽ 14 20 ഇയേഴ്സ്. ഇന്ന് ശരിയാ, വിഷു ഇന്ന്. 20 വർഷം. എന്തൊക്കെ ഐശ്വര്യം കൊണ്ടല്ലേ എന്റെ വരവ് വല്ലാത്ത വരവ്. ചേച്ചി 5-ാം വയസ്സിലാണ് പാടി തുടങ്ങിയത് പാട്ട് അങ്ങനത്തെ. ശിവാംഗി എത്രാം വയസ്സിലൊന്ന് മൂളി തുടങ്ങിയതും കാര്യങ്ങളൊക്കെ? ആക്ച്വലി ഇവർ രണ്ടുപേരും ശിവാംഗിയും വിനായകും എന്റെ അടുത്ത് പഠിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ അടുത്ത് പാട്ടി കൃഷ്ണന്റെ അമ്മ തൊട്ടടുത്ത് താമസിക്കാനാണ്. അമ്മയുടെ അടുത്തേക്ക് ഓടും. കാരണം അവിടെ ഗ്രൂപ്പിൽ ഇവരെ ഫസ്റ്റ്. എന്റെ ഗ്രൂപ്പിൽ നന്നായിട്ട് മാറുന്ന പിള്ളേരുണ്ട് വേറെ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഫസ്റ്റ് ആവാൻ പറ്റില്ല. അവിടെ ഇവരാണ് രാജാക്കന്മാരുണ്ട്, അങ്ങോട്ട് പോകും പഠിക്കാനായിട്ട്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചേ ഇല്ല. ഇവള് ശരിക്കും പറഞ്ഞ ഒരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ് ആയപ്പോഴാണ്. 7-ാം ക്ലാസ് അല്ല ശിവാംഗി, അതിനിപ്പോ പാടുമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അവള് സിംഗർ ആവുന്ന ചോദിച്ചില്ല. ഒരു 8-ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ രാത്രിയിൽ ഒന്ന് ബാത്റൂം പോകാൻ എഴുന്നേൽക്കുമ്പോ ഇവിടുന്ന് രാത്രി 2 മണിക്കൊക്കെ പാട്ട് കേൾക്കാം. ആരത് നന്നായിട്ട് നല്ല ശബ്ദത്തിൽ അപ്പോഴാണ് ഞാൻ ഇവളുടെ സൗണ്ട് മാറിക്കൊണ്ട് വരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇവള് ശ്രേയാ ഘോഷലിന്റെ ഭയങ്കര ഫാനാണ്. അത് കേട്ട് ശ്രേയാ ഘോഷലിന്റെ പാട്ടുകളാണ് ആദ്യം പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യണത് രാത്രി. ഞാൻ പറഞ്ഞത് എന്ത് നിശാചരി എന്നായിരുന്നു ഞാൻ വിളിച്ചോണ്ടിരുന്നത്. എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോ ഇരുന്ന് പാടും, അതൊരു വേറെ സുഖല്ലേ. രാത്രി ഇങ്ങനെ ഒച്ചത്തിൽ പാട്ട് ഭയങ്കര സൈലന്റ്. എന്റെ അനിയനും അങ്ങനത്തെ ചെറിയൊരു ഭ്രാന്തുണ്ട്. എല്ലാരും ഉറങ്ങുമ്പോഴത്തേനും അവൻ രാത്രി ഗിത്താർ ഇട്ട് മുകളിലിരുന്ന് പാട്ട് പാടും. എന്റെ മോൻ എല്ലാരും ഉറങ്ങി കഴിയുമ്പോ ഡാൻസ്. പൊന്നു മോനെ നീ പാട്ട് പോലോ പൊത്തോ പൊത്തോ പൊത്തോന്ന് സൗണ്ട് കേൾക്കണം. എല്ലാം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ രാത്രിയാണ് ഇഷ്ടം. ഈ ശ്രേയാ ഘോഷലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗലാട്ടയിൽ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോ ശ്രേയാ ഘോഷല് എന്തൊക്കെയാ പറഞ്ഞത് ശിവാംഗിയെ പറ്റി. കണ്ണ് നിറഞ്ഞ് അത്രയും വലിയൊരു സിംഗർ ശിവാംഗിനെ അത്രയും നോട്ടീസ് ചെയ്തു എന്നുള്ളത് തന്നെ ഭയങ്കര കാര്യമാണ്. ഇപ്പൊ ശ്രേയാ ഘോഷലിന്റെ ഫാനാണ് ശിവാംഗി, പക്ഷെ അത് കേൾക്കുമ്പോ ശ്രേയാ ഘോഷലും ശിവാംഗിയുടെ ഒരു ഫാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും കേട്ടപ്പോ അതെന്തായാലും എഡിറ്റഡ് അങ്ങനത്തെ ഒന്നും അല്ല, അത് നാച്ചുറലി ആളുടെ വായിന്ന് തന്നെ വരുന്നതാണ്. അതിങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ കേട്ടപ്പോ എന്താണ് തോന്നിയത്? ഞാൻ എന്താ തോന്നിന്നാ തിരിച്ച് ടൈം മെഷീൻ ഉണ്ടല്ലേ, പാസ്റ്റിൽ പോയിട്ട് ആ 8-ാം ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത ശിവാംഗിയുടെ അടുത്ത് ഞാൻ പോയി പറയും, നീ വന്ന് ഫീൽ ചെയ്യല്ലേ, ഒരു ദിവസം ഇവരെ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അങ്ങനെയാന്ന് എനിക്ക് തോന്നി. ടൈം പാസ് അങ്ങനൊക്കെ ചിന്തിച്ച് എനിക്കത് സത്യത്തില് ഭയങ്കര മാജിക്കലായിട്ട് തോന്നുന്നു. കാരണം ശിവാംഗിനൊക്കെ ഇങ്ങനെ റീൽസിലൊക്കെ ഞാൻ പണ്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറ്റുക എന്നൊക്കെ നമ്മൾ അന്ന് വിചാരിക്കുന്നില്ലല്ലോ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേനും. ശിവാംഗി ഇപ്പം ശിവാംഗിനെ സംബന്ധിച്ചിടത്തോളം തമിഴിലും ഭയങ്കര ഫാൻസാണ്, മലയാളത്തിലും ഭയങ്കര ഫാൻസാണ്. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ തമിഴ്നാട്ടിലാണ് ആ റിയാലിറ്റി ഷോ ഒക്കെ നടന്നെങ്കിലും കേരള മല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് ശിവാംഗിനെ. ഒന്നാമത്തെ കാര്യം ഒരു റൂട്ട് നമ്മുടെ മലയാളി കുട്ടി എന്നുള്ള ഒരു റൂട്ട് ഉള്ളതുകൊണ്ട്. അതല്ലാതെ ശിവാംഗിനെ അറിയില്ലെങ്കിൽ കൂടി ഇന്റർവ്യൂസ് ഞങ്ങളുടെ എന്താ പറയാ മലയാള ഇൻഡസ്ട്രിയിലെ ഇന്റർവ്യൂ രാജകുമാരൻ എന്ന് പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ. അതിന് ധ്യാൻ ചേട്ടനാണ് ഫുൾ എന്താ പറയാ ഇത്രയും എൻജോയ് ചെയ്ത് മലയാളി പ്രേക്ഷകർ മുഴുവനായിട്ട് ഒരു ഇന്റർവ്യൂ കാണുന്നത്. ആൻഡ് അതിന്റെ ഒപ്പം മല്ലികമ്മയൊക്കെ ഉണ്ട്. പിന്നീട് ഒരു യങ്സ്റ്റേഴ്സ് ഗാങ്ങിൽ ശിവാംഗിന്റെ എല്ലാ ഇന്റർവ്യൂസും മലയാളത്തിൽ ഹിറ്റാന്നുള്ള കാര്യമാണ് വേറൊരു പ്രത്യേകത. അത് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഇത്രയ്ക്ക് എനിക്ക് ഭാഷ അറിയില്ലാത്തോണ്ട് എല്ലാരും എന്നെ തിട്ടുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ എല്ലാരും എന്നെ ഇഷ്ടപ്പെട്ടത്. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു, വളരെ നന്ദി. കഴിഞ്ഞ
കഴിഞ്ഞിട്ടില്ല ഇല്ല ഞാൻ പറയാം. കാരണം ഇപ്പം ഈ ലേറ്റസ്റ്റ് ഞാൻ തിട്ടൊന്ന് വിചാരിച്ചു. എന്നാ മലയാളികൾക്ക് അവരുടെ ഭാഷ നന്നാ സംസാരിക്കണം, പാട്ടെല്ലാം പാടിയ അവരുടെ പ്രൊണൗൺസിയേഷൻ, ഞാൻ എത്ര പ്രൊണൗൺസിയേഷൻ തെറ്റായിട്ട് പാടിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ഒന്ന് സംസാരിക്കുന്നതേ ഈ കുട്ടി എന്താ ഇങ്ങനെ അങ്ങനെയെന്ന് പറയുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൊണ്ട് തൊടുപുഴയിലെ കൃഷ്ണനെ കൊണ്ട് ഞാൻ ആൾക്കാരെല്ലാം എന്നെ സ്വീകരിച്ചു. ഈ സംസാരാണ് ആൾക്കാർ ഇങ്ങനെ വീഴ്ത്തുന്നത്. നിറയെ പേര് ധ്യാൻ ശ്രീനിവാസന്റെ പെങ്ങളും. അതെ അതാ ഞാൻ പറഞ്ഞ ധ്യാൻ ചേട്ടന്റെ ഒരു എതിരാളിയായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ശിവാംഗി. മര്യാദയോടെ ഇങ്ങനെ പറയുന്നത് ധ്യാൻ ചേട്ടൻ, അവർ, പുള്ളി, അദ്ദേഹം അദ്ദേഹം വന്ന് സൂപ്പർ. ധ്യാൻ ചേട്ടന്റെ ചേട്ടൻ പറഞ്ഞാ മതി. ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. ധ്യാൻ ചേട്ടൻ, ബേസിൽ ജോസഫ് ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ ഇപ്പൊ എല്ലാരെയും ഫോളോ ചെയ്യുന്നുണ്ട്. പണ്ടെല്ലാം മലയാളം വിഷയം അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ എല്ലാരെയും എനിക്കറിയാം. മമിത ബൈജു, നസ്ലിൻ, അനസ്വര, ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രന്, പ്രണവ് മോഹൻലാല്, കല്യാണി പ്രിയദർശന്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ സാർ, മമ്മൂട്ടി സാറ്, ജയസൂര്യ, എന്ത് ആസിഫ് അലി, അത് കഴിഞ്ഞിട്ട് ദിലീപ് സാറ്, എന്നിട്ട് ഉണ്ണി മുക്കുന്നൻ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞുമൽ ബോയ്സ്, ചിദംബരം ഡയറക്ടർ, സുഷിൻ ശ്യാം മ്യൂസിക് ഡയറക്ടർ, വിഷ്ണു വിജയ് മ്യൂസിക് ഡയറക്ടർ, ദീപദേവ് മ്യൂസിക് ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് എം ജയചന്ദ്രൻ സാറ്, എനിക്കറിയാം ഞങ്ങൾ സമ്മതിച്ചു. ആൾക്കാർ പറയട്ടെ. മാത്യു തോമസ്, നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ ഇപ്പൊ ഗോൾഡൻ ഇത് പ്രേമലൂല് കണ്ണാടിയിട്ട് കൂടെ അഭിനയിച്ചില്ലേ? അതെ പെട്ടെന്ന് ഗോൾഡൻ സ്പാരോ കിടക്കുന്നുണ്ട്. പ്രേമലൂല് അഭിനയിച്ചവരുടെ പേരെന്താ? മമിത ബൈജു, നസ്ലിൻ, സംഗീത് പ്രതാപ്, എന്നിട്ട് എന്റെ ഫ്രണ്ട് ശ്യാം ചേട്ടൻ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ വന്ന് ഗിരീഷ് ഏടി. ഗിരീഷേടിയുടെ ഫസ്റ്റ് പടം എന്തായാലും കുട്ടി അത് 3 പേര് നടിക്കൂലേ, 3 പേര്. അയ്യോ അനശ്വര രാജൻ, മമിത ബൈജു, എന്നിട്ട് വേറെ ഒരാള് 3 പേര് അഭിനയിക്കൂലേ, അതൊന്ന് സൂപ്പർ ശരണ്യ. അതിൽ കൂടെ കൾച്ചറൽസിലെ ഡാൻസ് എല്ലാം കളിക്കൂലേ? അതല്ലേ? അല്ല എടുക്ക് വേറെ. അയ്യോ എന്തായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങളുണ്ടോ? തണ്ണീർമത്തൻ ദിനങ്ങൾ. അയ്യോ മെയിൻ മാറ്റർ നിവിൻ പാളി അത് വന്ന് തട്ടത്തിൻ മറയത്ത്. അത് കഴിഞ്ഞിട്ട് തട്ടത്തിൻ മറയത്ത് ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖർ സൽമാന്റെ കൂടെ ബൈക്ക് കയറി പോയി. ബൈക്ക് കയറി കുക്കുത് കോമാളിലെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ദുൽഖർ സൽമാൻ, നിവിൻ പോളി തട്ടത്തിൻ മറയത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് ബാംഗ്ലൂർ ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചെന്നൈ വരും, വന്നിട്ട് വിനീത് ശ്രീനിവാസൻ സാറിന്റെ ഡയറക്ഷനിൽ ഒരു പടം, ഒരു വടക്കൻ സെൽഫി. അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് പിസ്ത. നേരം എന്നിട്ട് പഴയ പടം എന്താന്ന് നിക്ക്, പഴയ പടം ഒരു മിനിറ്റ്. ശിവാംഗി പടം ഞാൻ കണ്ടിട്ടില്ല. ശിവാംഗി ഇത് ജയറാം സാർ വന്ന് ഒരു വീട്ടിന്റെ ഡ്രൈവർ ആയിരിക്കും, ഒരു കുട്ടീനെ, ബേബി ഷാമിലിനെ അഭിനയിച്ച് കുട്ടീനെ ഒന്ന് കുട്ടി തുടങ്ങി പോവും. ഗേറ്റ് പൂട്ടണേ എന്താ വാതില് തുറക്കുവോ ചോദിക്കുന്ന സിനിമയല്ലേ? രേഖ മാം കൂടെ അഭിനയിച്ചിരിക്കും. ഒരു മാളൂട്ടി കഴിഞ്ഞിട്ട് വന്നത്. ഞാൻ ഒരു റീൽ വന്നു, ഈ ഗേറ്റ് ഒന്ന് നമുക്ക് പാർക്കാം മുന്തിരി തോപ്പുകൾ, അതല്ലേ? അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഡ്രൈവർ അങ്കിൾ. മനസ്സിലായി. ഓ കുട്ടി എല്ലാം കണ്ടിരിക്കുന്നു. ശിവാംഗി എന്നിട്ട് ചാന്തത്തൊട്ടില്ലേ അത് പാട്. എന്നിട്ട് ഇത് പൃഥ്വിരാജ് സാറ് ഒരു ബോട്ടില് കൂടെ പോയി പ്രേമിക്കൂലേ, ബോട്ടില് പോയി പാർവതി കാഞ്ചനമാല. അല്ല അനാർക്കിലി. അല്ല ഒരു മുസ്ലിം. എന്നും നിന്റെ മൊയ്തീൻ.
എന്നും നിന്റെ അല്ല ശിവാംഗി, അങ്ങനെ ഇത് കണ്ടു കുറിപ്പ്. അതെ നീ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ബികോം ഫസ്റ്റ് റാങ്ക് മേടിച്ച നീ ഇത്രയും ഇത് അതിൽ എത്രയോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പൂരിപ്പിക്കുക അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക ബ്രാക്കറ്റില്. നീ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് വേറെ ഒരു പടം ഞാൻ കണ്ടു. കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ് ആയി. ഞാൻ കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ച ഒരു പടം ഉള്ളൊഴുക്ക്. ഞാൻ കണ്ടു. എപ്പോ? മനസ്സിൽ ശോകമായിരിക്കുമ്പോ ഞാൻ ആ പടം കണ്ടു. ശോകമായിരിക്കുമ്പോ വേറെ ആ പടം കണ്ടു. ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദിക്കുക വരെ ചെയ്തു. എല്ലാം ഞാൻ ചെയ്തു. സത്യമായിട്ട് എനിക്ക് ഒരുമാതിരി പേടിയായിപ്പോയി. അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്താവും. ആ പടം കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഞാന് സത്യം പറയാം, ഒരു പടങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒന്ന് എന്റെ ഒരു ടൈറ്റ് ഇതാ, നമ്മള് ഞാനും ഹസ്ബൻഡും നമ്മള് ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ അക്കാഡമി പോലെ. അപ്പോൾ ഓരോരോ കൺട്രിയിൽ അതിന്റെ സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ്സും കാര്യം ഉണ്ടാവും. അതില്ലെങ്കിൽ ഷൂട്ടിംഗ് കാണും, അതില്ലെങ്കിൽ ട്രാവൽ കാണും, അതില്ലെങ്കിൽ കച്ചേരി കാണും. അങ്ങനെ പോയിക്കൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ പോലെ ഇന്റർവ്യൂസ് ഉണ്ട്. എന്നിട്ട് വിനീത് ശ്രീനിവാസൻ എന്റെ ഫേവറേറ്റ് മൂവി ഓം ശാന്തി ഓശാന. ആ പടം കണ്ടാണ് ഞാൻ പ്രേമിക്കാനെ ഒരു ഹോപ്പ് വന്ന്. ചെറിയ കുട്ടി വലിയ ആള് സ്വന്തം അമ്മ ഇരുത്തി പറഞ്ഞ പ്രേമിക്കാന് വന്നത്. അതോ അതിലിരിക്കുന്നത് നസ്രിയ, നിവിൻ പോളി. അതോ ആ റോളർ കോസ്റ്റർ വഴിയായി ഇങ്ങനെ നിവിൻ പോളിയുടെ എൻട്രി വന്ന് ആഹാ അങ്ങനെ ഒരാൾ എന്നെ ചെയ്യുമെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പ്രേമം പ്രേമം കണ്ടു. പ്രേമം കാണാതെ ഒരു ആ മനുഷ്യനുണ്ടാവും. പ്രേമം എന്നിട്ട് തമിഴ്നാട്ടിലെ ഹിറ്റായ തമിഴ്നാട്ടില് ഞാൻ ഇപ്പൊ സ്കൂൾ പഠിച്ചോണ്ടിരുന്നു. എല്ലാരും ഫെയർവെൽ ബ്ലാക്ക് ഷർട്ട് വേഷ്ടി. അത്ര നാൾ വേഷ്ടി ഇടാത്ത ആൾക്കാര് വേഷ്ടി താടിയില വെച്ച്. ഒരുപാട് പേര് മറ്റൊന്നും തമിഴ് ആൾക്കാര് മലയാളം കാണാറില്ല. മലയാളീസ് തമിഴ് പടം കാണുന്നുണ്ടല്ലോ. ഒരുപാട് പേര് തമിഴ് ആൾക്കാര് മലയാളം. എന്നിട്ട് ഇവര് സൗബിൻ ജാക്സൺ അല്ലടാ ആ പാട്ട് അമ്പിളി. അത് റീസെന്റ് കണ്ടത് സൗബിന്റെ മഞ്ഞുമൽ ബോയ്സ്. അവര് ഇപ്പൊ ഇതിലും നടിക്കുന്നുണ്ട് കൂലിയില്. എനിക്കിതിന്റെ എനിക്ക് പോലീസിന്റെ വരക്കൂടി എല്ലാ പടവും അറിയാം. എമ്പുരാൻ കണ്ടില്ല, ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെയല്ല, ടൈം കിട്ടിയില്ല. എമ്പുരാൻ വരുന്നു, എന്നിട്ട് ഇത് വരുന്നു ജിംഖാന ബോയ്, എന്നിട്ട് ഈച്ചപ്പടം വരുന്നു ഫ്ലൈ. എനിക്ക് എല്ലാ പ്രേമലു 2 വരുന്നു. അന്ന് മലയാളത്തിൽ ഒരു ആക്ട് ചെയ്തൂടെ? ആക്ട് എന്നെ ആരെങ്കിലും വിളിക്കൂ. സംസാരിക്കുന്നത് ഇങ്ങനെയാ, പക്ഷെ എന്നെ പഠിപ്പിച്ചു തന്നാൽ ഞാൻ അഭിനയിക്കും. ആരുടെ പേരാണെന്ന് ആഗ്രഹം? എന്തൊരു കളച്ചിരിയൊക്കെ ഉണ്ട്. എന്റെ ഏജ് കാറ്റഗറിയിൽ നസ്ലിനെ ഞാനിപ്പോ ഇന്റർവ്യൂ എടുത്തേ ഉള്ളൂ. എനിക്ക് നസ്ലിൻ ആലപ്പുഴ ജിംഖാനയുടെ നല്ല കൊടുങ്ങല്ലൂർ ഭാഷയും തമിഴ് കലർന്ന മലയാളവും സൂപ്പർ ആയിരിക്കും പടം. അല്ല, ഓഫേഴ്സ് വന്നിട്ടുണ്ടോ ശിവാംഗിക്ക്? ഇപ്പൊ തമിഴിലും ഉണ്ട്, അല്ലാതെ മലയാളത്തിലോ? ഇല്ല, മലയാളത്തിൽ വന്നിട്ടില്ല. മലയാളത്തിൽ എത്ര പേര് വെയിറ്റിംഗാ അഭിനയിക്കാൻ. ഇതില് ഞാൻ കുതർക്ക മലയാളത്തിൽ അല്ലെങ്കിൽ എന്നെ വിളിക്കുക. തമിഴില് പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നല്ലൊരു ഇത് വന്നു. പക്ഷെ ആ നേരം എബ്രോഡ് ട്രാവൽ. അതാണ് നിങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂ കാണുമെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ സംസാരിക്കുന്നത് വെച്ച് എന്നെ ജഡ്ജ് ചെയ്യരുത്. അല്ല ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ എന്താ കെട്ടിയിട്ടില്ലല്ലോ, അൺമാരീഡ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ നാടൻ പെൺകുട്ടീനെയൊക്കെ നോക്കി ഇപ്പൊ കൂടെ ഒരു പ്രഗ്നന്റ് കഥ നിഖില വിമൽ അവരുടെ കൂടെ പടം വന്നില്ലേ? ഗെറ്റ് സെറ്റ് ബേബി. എന്നിട്ട് ഇപ്പൊ ഒരു പാട്ട് വന്നില്ലേ, ബേബി ബേബി ബേബി. അത് ഭയങ്കര ഇത് മലയാളം പടം മൊത്തം. ഓ മൈ ഗോഡ്, നിനക്ക് എങ്ങനെ ഇപ്പൊ മലയാളം ഇത്ര ഒരു സ്നേഹം മലയാളം തെലുങ്ക് എല്ലാം അറിയാം. എന്നാ തെലുങ്കിലെ പുതിയ ഫിലിം പറയും. സംക്രാന്തി വസ്തുനാം. ഇപ്പൊ തെലുഗുല് സംസാരിക്കാൻ അറിയോ? അറിയില്ല. തെലുങ്കിൽ ഏതോന്ന് പറയണം. എനിക്കൊരു തെലുഗു ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിച്ചു. ഫേവറേറ്റ് ആക്ടർ തെലുങ്കുവിലാരാ? അല്ലു അർജുൻ.
അല്ലു അർജുൻ. പുഷ്പ 2 റിലീസ്. അല്ല ഞാൻ എന്റെ ടോപ്പിക്കിൽ നിന്ന് അങ്ങ് തെലുങ്കിലേക്ക് അങ്ങ് പോയി. ഞാൻ ചോദിച്ചത് കംപ്ലീറ്റ്. ഈ ഉണ്ണിമുകുന്ദൻ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഉണ്ണിമുകുന്ദനോടൊപ്പം ആക്ട് ചെയ്യണമെന്നൊക്കെ, ഉണ്ണിമുകുന്ദന്റെ നാടൻ പെൺകുട്ടി, അധികം ഇങ്ങനെ ഒരുങ്ങാത്ത, നീണ്ട മൂക്ക്, അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞേക്കണേ. ഞാൻ നാടൻ പെൺകുട്ടിയല്ലല്ലോ. അല്ല നിന്നെ കേട്ടോ, ഞാൻ ചെന്നൈയിലിരിക്കുന്ന പെൺകുട്ടിയാ. അങ്ങനെ അപ്പൊ മനസ്സിൽ എന്തോ ഉണ്ട്. എനിക്ക് ആരുടെ മുകളിൽ അതില്ല. ഹോപ്പ്ലെസ് എന്താ ഹോപ്പ്ലെസ് അതിന് ഇങ്ങനല്ലല്ല. എന്താന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫാൻസ് ഈ ഉണ്ണിമുകുന്ദനുണ്ട്. ഉണ്ണിമുകുന്ദനാണെങ്കിൽ കിട്ടുന്നുമില്ല. കേട്ട ഈ ക്വാളിറ്റീസ് ഒക്കെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോ ശിവാംഗി. ഒരു മിനിറ്റ്, നീണ്ട മുക്കുന്നു ഉണ്ണിയോ മുക്കുന്ന പറഞ്ഞെന്താ? പറഞ്ഞു. അതറിഞ്ഞില്ല കുട്ടി, അറിഞ്ഞില്ലേ ഞാൻ. നീണ്ട മുക്ക്. എത്ര വയസ്സുണ്ട് സാറിന്? സാറിന് എത്ര വയസ്സുണ്ട്? സാരി ഈ എങ്ങനെ ഈ മലയാളം ചേട്ടൻ ചേട്ടനാ? എല്ലാരും അവിടെ ചേട്ടനാ വിളിക്കണേ. ഓ അവിടെ ചേട്ടൻ വിളിക്കാം. അണ്ണാന്ന് വിളിക്കുന്നതല്ല, അവിടെ ചേട്ടൻ. ഉണ്ണി അണ്ണ. ഇവിടെ അണ്ണാന്നോ അണ്ണ, അവിടെ ചേട്ടെന്നോ ഭർത്താവിനെ കൂടെ ചേട്ടെന്ന് വിളിക്കും. അങ്ങനെ അത് കുഴപ്പമില്ല. ഞാനൊരു ഇതിലെടുത്തിരിക്കാം. ഞാൻ ഇനി ആരും ചേട്ടയോ ചേച്ചിന്നോ വിളിക്കാൻ പോകും. ഉണ്ണി സാറ്, ഉണ്ണി സാർ, ഉണ്ണി തമ്പിന്ന് വിളിക്കാം. ഇല്ലെങ്കിൽ ഉണ്ണി അദ്ദേഹം. ഉണ്ണി അദ്ദേഹം അങ്ങനെ കാണണതേ. അപ്പൊ ഉണ്ണി അദ്ദേഹത്തിന് എത്ര വയസ്സെന്ന് അറിയത്തില്ല. 30+. അപ്പൊ സെറ്റ് അല്ലേ? അതെന്താ ഇത്ര ഏജ് ഗ്യാപ്പ്? നല്ലതല്ലേ? അപ്പൊ ഒരു ബേബീനെ പോലെ കൊണ്ടുവരും. പീഡിയാട്രിക്കിനല്ലേ ഇഷ്ടമല്ലാത്തുള്ളൂ. മെച്ചൂർ ആകുമ്പത്തേനും നമ്മൾ കുറച്ച് ഇമ്മെച്ചൂർ ആയാലും കുഴപ്പമില്ലല്ലോ. ഞാൻ നല്ല യൂത്ത് ആയിരിക്കുമ്പോ അവർക്കെല്ലാം വയസ്സായി പോയില്ലേ? ഇത് കേക്കണ ഉണ്ണിമുകുന്ദനോ? ഇല്ല എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നു. ഞാനിതിന് ഉത്തരവാദിയല്ല. എന്റെ മോളാന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളു. അതല്ലേ ഫാക്ട്. ആ കാലത്തിലല്ലേ എന്തിനാ ഇത്ര ഏജ് ഗ്യാപ്പുള്ള ആൾക്കാർ? പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിന്റെ അമ്മയെ കണ്ട 50 വയസ്സ് തോന്നും. അപ്പൊ നമ്മ ഏജ് ഉണ്ടെങ്കിലും അത് നമ്മളങ്ങനെ മറച്ചൊക്കെ. അതെ, കാണാൻ എന്ത് ഭംഗിയാ നോക്ക. ഉണ്ണി മുകുന്ദൻ അവർകളെ ഉണ്ണി മുകുന്ദൻ അവർകളെ ഒന്ന് എനിക്കൊന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? പഞ്ചാബി ഹൗസാ? പഞ്ചാബി ഹൗസിൽ പാട്ടാറിന്റെ ലാലേട്ടന്റെ പാട്ട് ഇപ്പൊ പാടി. പഞ്ചാബി ഹൗസ് പറഞ്ഞിട്ട് ലാലേട്ടന്റെ പാട്ടും. ഓക്കെ, അത് പഞ്ചാബി സഹോദരി മല്ലു സിംഗിലെ മല്ലു സിംഗിന് അറിയില്ല. മല്ലു സിംഗ്, സമൃദ്ധ സുനിൽ അഭിനയിച്ചില്ലേ? ഞങ്ങള് 10 വർഷം മുമ്പ് ഞാൻ കൊടുങ്ങല്ലൂരില് സിനിമയില് കണ്ടു. തിയേറ്ററിൽ കണ്ടു. അപ്പൊ തൊട്ട് എനിക്ക് ഇഷ്ടം. അപ്പൊ തൊട്ട് ഇഷ്ടം. 10 വർഷം മുന്നേ ഒരു ഇഷ്ടം കുട്ടിക്ക് മനസ്സിലുണ്ട്. എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോയി? അതാ ഞാനിപ്പോ ഈ ഇന്റർവ്യൂക്ക് എന്നെ കാരണം പലതും ഞാനിനി ഇടക്കിടക്ക് വരാം. ഓരോ വർഷം കൂടെ ഞാൻ വരാം. മനസ്സിലുള്ളതെല്ലാം ചോർത്തെടുത്തിട്ട് ഞാനങ്ങ് തന്നിട്ടങ്ങ് ഇത് കഴിഞ്ഞിട്ടു ഒരാള് വന്ന് ഇന്റർവ്യൂ എടുത്തിട്ട്. ഇല്ല നമ്മളെല്ലാരും കെന്നയും നമ്മുടെ ഒരേ വൈബുള്ള ആളാണെന്ന് മനസ്സിലായി. നമ്മുടെ മനസ്സിലൊന്നുമില്ല. സത്യം, എന്റെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് പല അബദ്ധങ്ങളും എനിക്കും പറ്റാറുണ്ട്. എനിക്ക് അബദ്ധമോ അതെ, നമ്മളിങ്ങനെ മനസ്സിൽ വിചാരം അർത്ഥം വേറെ ആയിരിക്കും. പക്ഷെ ഞാൻ അപ്പൊ വരുന്നത് അങ്ങ് അപ്പൊ പറയും. എന്നോട് പലരും ചോദിക്കും, ഇപ്പൊ ഞാൻ പിള്ളേർക്ക് മോനും എല്ലാ കാര്യങ്ങളും അവരെന്നോട് പറയും. നമ്മളോട് ഞാൻ പറഞ്ഞു, എന്ത് ചെയ്താലും അച്ഛനോടും അമ്മയോടും പറയാവുന്ന കാര്യങ്ങളെ, നമ്മളോട് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പൊ അവര് പിള്ളേർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവര് എങ്ങനെയാ നമുക്കറിയാം. ഞാൻ പിന്നെ ഒരുപാട് സ്ട്രിക്റ്റും അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും. കാരണം ലോകത്തിന്റെ പല പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പൊ ഒന്നും വേണ്ട, മറ്റേ തായ്ലൻഡില് വന്നു, അതിൽ ഓരോരോ ന്യൂസൊക്കെ കണ്ട ഓരോന്ന്. അപ്പം ലോകം എന്ന് പറയുന്നത് നമ്മൾ സീരിയസ് ആയിട്ട് അത്ര എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരുപാട് പേര് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ
ഇൻ്റർവ്യൂവിലുടനീളം വളരെ വാചാലയായാണ് ശിവാംഗി സംസാരിക്കുന്നത്. പൊതുവേ നമുക്ക് മലയാളികൾക്ക് ശിവാംഗിയുടെ സംസാരം വളരെ പ്രിയങ്കരമാണ്. കാരണം സത്യസന്ധമായി വളരെ ജെന്യുവിനായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ശിവാംഗിക്ക് മലയാളികളോടുള്ള സ്നേഹത്തെപ്പറ്റിയും ഇഷ്ടത്തെപ്പറ്റിയും മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെപ്പറ്റിയും കൂടുതൽ കാണുന്ന സിനിമകളെപ്പറ്റിയുമൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ വിവാഹത്തെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ശിവാംഗിയുടെ ഉയർച്ചയെപ്പറ്റിയാണ് ശിവാംഗിയുടെ അമ്മ കൂടുതലായി സംസാരിക്കുന്നത്. പാട്ട് പാടുമെന്ന് തിരിച്ചറിയുന്നതും പിന്നെ പാട്ടിലേക്ക് പോകുമെന്നുമൊക്കെയുള്ള ആ ഒരു സമയത്ത് അവർക്കുണ്ടായ സന്തോഷത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായാണ് ശിവാംഗി പാടുമെന്നറിയുന്നതും വളരെ നല്ലൊരു ഗായികയായി മാറിയതിലുണ്ടായ സന്തോഷത്തെക്കുറിച്ചുമൊക്കെയാണ് വിശദമായി പറയുന്നത്. അതുകൂടാതെ വളരെ വലിയ മ്യൂസീഷ്യൻസിൻ്റെ കൂടെയൊക്കെ പാടാനും സഹകരിക്കാനും